ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹ തൻ്റെ പള്ളിയെ സ്ഥാപിച്ചത് സ്ലീഹന്മാരിലാണ്. ഈ ശ്ലൈഹിക അടിത്തറയുടെ പ്രഘോഷണമാണ് വൈവിധ്യ പള്ളികളുടെ പുരാതന ശുശ്രൂഷയിൽ കാണുന്നത്. ആരാധനാക്രമ കേന്ദ്രീകൃത ജീവിതം നാം നയിക്കുമ്പോൾ നാം ശ്ലൈഹിക വിശ്വാസ അടിത്തറയിൽ നിലകൊള്ളുന്നു. ആദിമ ആരാധനാക്രമം ഉദ്ധിതൻ ഈശോമിശിഹായുടെ ദിവ്യരഹസ്യങ്ങളുടെ കലർപ്പില്ലാതെയുള്ള പ്രഘോഷണമാണ്. ആദിമ ആരാധനാക്രമത്തിൽ നിന്നുള്ള വ്യതിചലനം വിഗ്രഹാരാധനയുടെ പരോക്ഷ കെണിയാണ്. ശ്ലൈഹിക പ്രഘോഷണം ആദിമ പിതാക്കന്മാർ ആരാധനാക്രമ ജീവിതത്തിലൂടെ കാത്തുസൂക്ഷിച്ച് ഉദ്ധിതനീശോയിൽ നിലകൊണ്ടതുപോലെ നമുക്കും തുടരാം. മരണത്തിൻ്റെ മേലും വിജയം വരിച്ച ഉദ്ധിതനീശോ തൻ്റെ ശ്ലൈഹിക പള്ളിയെ കാത്തുകൊള്ളുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നാം നിലകൊള്ളണം. നമ്മുടെ വാക്ചാതുര്യമോ ഭരണപാടവമോ ആൾബലമോ സമരായുധങ്ങളോ ഒന്നുമല്ല ശ്ലൈഹിക പള്ളിയുടെ ശക്തി. ഈശോമിശിഹ തൻ്റെ ശരീരവും രക്തവും നൽകി സ്ഥാപിച്ച പള്ളിയിലെ അംഗങ്ങളായ നാം ഉദ്ധാനധൈര്യം നേടാൻ ഒരുമിച്ച് പരിശുദ്ധ റാസയിലേക്ക് തിരിയാം. ഉദ്ധിതനീശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് അവസാനം വരെ സഹിച്ച് അവനിൽ നിലനിന്നാൽ കുർബാനയായി ഉദ്ധിതനീശോ ഉറപ്പായി കൂടെ വസിക്കും. കുർബാനയായ ഉദ്ധിതനീശോയിൽ നസറായർ ഒരുമിച്ച് നിന്നാൽ കർത്താവിൻ്റെ ശ്ലൈഹിക പള്ളിയെ ആക്രമിക്കുന്ന സംഘടിത ശത്രുക്കളെ നേരിടുവാനുള്ള ഉദ്ധാനധൈര്യം നമുക്കുണ്ടാകും. ഉദ്ധിതനീശോ ഇടയനായുള്ള ശ്ലൈഹിക പള്ളി സ്വർഗത്തിലേക്ക് നീങ്ങുന്ന കപ്പലാണ്. കപ്പൽ തിരയിൽപ്പെട്ട് മുങ്ങത്തക്ക വിധം കടലിൽ വലിയ ക്ഷോഭമുണ്ടായാലും ഉദ്ധിതനീശോ മണവാട്ടിയായ പള്ളിക്ക് സമാധാനമായി സ്വയം കുർബാനയായി കൈമാറുന്നു. സംഘടിത ശത്രുക്കൾ വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് ഈ കപ്പലിനെ മുക്കിത്താഴ്ത്താൻ ഒച്ചപ്പാടുകൾ കൂട്ടുമ്പോഴും ഉദ്ധിതനീശോയ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് അല്പവിശ്വാസികളാകാതെ ഭീരുക്കളാകാതെ ഉദ്ധിതനീശോയുടെ ശ്ലൈഹിക പള്ളിയിൽ കഴിയാം. കാറ്റും കടലും പോലും ഉദ്ധിതനീശോയെ അനുസരിക്കും. ശാന്തത ഉണ്ടാകും. സഹനത്തിരമാലകളിൽ ഉദ്ധിതനിൽ ഉറച്ചുനിന്ന ആദിമ ശ്ലൈഹിക പള്ളിയെ നമുക്ക് മാതൃകയാക്കാം. മരണത്തെ കീഴടക്കിയ ഉദ്ധിതനീശോ നമ്മെ കാക്കുന്നു. സമാധാനമായ ഉദ്ധിതനീശോയെ കൈമാറാം. ബേസ് ഹെസ്ദായുടെ അരികെ 38 സംവത്സരമായി ഒരു രോഗി. മാലാഖ ഇളക്കുന്ന വെള്ളത്തിൽ ആദ്യമിറങ്ങി സൗഖ്യപ്പെടാൻ ആരുടെയും സഹായം കിട്ടാത്തവനെ സഹായിക്കാൻ ഈശോമിശിഹ ചെല്ലുന്നു. ആരും സഹായിക്കാനില്ലാത്ത എത്രയോ പേരുണ്ട്. ആരും സഹായിക്കാനില്ലാത്തവരെ ആരുമറിയാതെ സഹായിക്കുന്ന രീതിയാണ് ശ്ലൈഹിക പള്ളിയുടെ പങ്കുവയ്ക്കൽ. പരിശുദ്ധ റാസയിൽ നാം കൈക്കൊള്ളുന്ന പങ്കുവയ്ക്കൽ കൈമാറാൻ നമുക്ക് കടമയുണ്ട്. നസറായ പങ്കുവയ്ക്കൽ കുർബാനാത്മക പങ്കുവയ്ക്കലാണ്. ഉദ്ധിതനീശോയെ കൈമാറുന്ന പങ്കുവയ്ക്കൽ നമ്മെ സ്വർഗീയ പ്രതിഫലത്തിന് അർഹരാക്കും.